ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം നമ്മൾ സാധാരണയായിട്ടും കണ്ടുവരുന്ന ഒരു അസുഖമാണ്, യൂറോളജി പ്രോബ്ലമാണ്. അതായത് ഇദ്ദേഹത്തിന് നേരത്തെ ഒരു ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടായി, ഫോൾ എസ്ട്രേഡ് എന്ന് പറയുന്നത്, എന്തോ ഒരു ഈ ഇതിലോട്ട് താഴെ വീണു, ഒരു സ്ലാബിലോട്ടാണ് വീണത്. സ്ലാബിലോട്ട് വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് ബ്ലഡ് ഇച്ചിരി യൂറിനകത്തുനിന്ന് ഇച്ചിരി ബ്ലഡ് കണ്ടു. അത് മാത്രമേ ഉള്ളൂ, പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഹോസ്പിറ്റലിൽ കാണിച്ചു, ബ്ലഡ് ചെറുതായിട്ട് ഇത് മാത്രം കണ്ടതേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വേണ്ട, മരുന്നൊക്കെ കൊടുത്ത് വിട്ടു. പക്ഷെ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് മൂത്രത്തിന് ചെറിയ വണ്ണം കുറയാൻ തുടങ്ങി. വണ്ണം കുറഞ്ഞ് അപ്പോൾ തീരെ നൂല് പോലെ ഉള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ കൂടുതൽ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ആ ബൾബാർ യൂറിത്രയുടെ ആ സൈഡിൽ ഒരു സ്ട്രിച്ചറുണ്ട്. സ്ട്രിച്ചർ എന്ന് പറയുന്നത് മൂത്രക്കുഴലിൽ ചുരുങ്ങിയിരിക്കുക അവിടെ. അന്ന് ചെറിയൊരു ചിലപ്പോൾ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി ആയിരിക്കും അന്ന് ഉണ്ടായിരുന്നത്. ചെറുതായിട്ട് ആ മൂത്രക്കുഴലിൻ്റെ ഒരു സൈഡ് മാത്രമേ പൊട്ടിയുള്ളൂ. മൂത്രതടസ്സം ഉണ്ടാകാനുള്ള ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. അത് സാധാരണ മരുന്ന് കഴിക്കുമ്പോൾ ചെറിയതൊക്കെ ആണെങ്കിൽ അതങ്ങ് ഹീൽ ചെയ്ത് പോകും. പക്ഷേ ഇത് ചിലപ്പം കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ഒരു ഇഞ്ചുറി ആയതുകൊണ്ട് അത് ഹീൽ ചെയ്തപ്പോൾ അവിടെ ഒരു സ്കാറിങ് ഉണ്ടായി. ആ സ്കാറിങ് ഉണ്ടാകുമ്പോൾ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ മൂത്രത്തിൻ്റെ ഫോഴ്സ് കുറയും, മൂത്രം പോകുന്ന ആ പാസേജ് നാരോ ആകും. ഇതിനാണ് സ്ട്രിച്ചർ യൂറിത്ര എന്ന് പറയുന്നത്. പണ്ടൊക്കെ പറയുന്നത് സ്ട്രിച്ചർ യൂറിത്രയെ കുറിച്ച് പറയുന്നത് വൺസ് എ സ്ട്രിച്ചർ ഈസ് ഓൾവേസ് എ സ്ട്രിച്ചർ എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴേ നമ്മുടെ പുതിയ ട്രീറ്റ്മെൻറ്റും ഒക്കെ വന്നതിന് ശേഷം ഇപ്പോൾ അങ്ങനെയല്ല. സ്ട്രിച്ചർ വന്നാലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. പക്ഷേ ഏത് ടൈപ്പ് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് യൂറിത്രോഗ്രാം അതുപോലെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് എത്ര ലെങ്തിലുള്ള സ്ട്രിച്ചറാണ്, എത്ര ഡീപ്പായിട്ടാണ് സ്ട്രിച്ചർ, ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ അതിന് സ്ട്രിച്ചറിൻ്റെ ഒരു സർജറി അല്ലെ എന്താണ് സർജറി എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ വരാറുണ്ട്. പല ആൾക്കാർക്കും ഒരു എൻഡോസ്കോപ്പിക് സർജറി കൊണ്ട് ഇത് കംപ്ലീറ്റ് ക്ലിയറായി പോകും. അത് കഴിഞ്ഞൊരു അഡ്വൈസ് കൊടുക്കും, ഇടയ്ക്കിടയ്ക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയറിലേക്കൊക്കെ വന്നൊന്ന് ടെസ്റ്റുകളോ അല്ലെ ഇതൊക്കെ ചെയ്ത് നോക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻഡോസ്കോപ്പിക് സർജറിയാണ്. ഇല്ല എങ്കിൽ ഒരു സ്മോൾ സെഗ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കുറച്ച് ബിഗ് സെഗ്മെൻറ്റോ ആണെങ്കിൽ ഈ സ്ട്രിച്ചർ വന്നിരിക്കുന്ന ഭാഗം നമ്മൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള നല്ല ഭാഗം നമ്മൾ വെച്ച് പിടിപ്പിക്കും. എൻഡ് ടു എൻഡ് അനസ്തമോസിസ് എന്ന് പറയും. അത് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ പിന്നെ ഒരു ഫോളോ അപ്പ് പോലും വേണ്ടാത്ത ഒരു ഓപ്പറേഷനാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോർമൽ യൂറിത്ര പോലെ തന്നെ ഇരിക്കും, വേറെ പ്രോബ്ലം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് വൺസ് എ സ്ട്രിച്ചർ ഈസ് ഓൾവേസ് സ്ട്രിച്ചർ എന്നുള്ളത് ഇപ്പം മാറി. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്താൽ പുതിയ മെത്തേഡ്സൊക്കെ വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രിച്ചർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്. നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും വരും.